യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഞാനും ആയി മാത്രമേ ഉള്ളൂ അല്ലേ? കുട്ട എവിടെ പോയി? ഇപ്പൊ വരും കുട്ടൻ കേട്ടോ. ഈ കുട്ട ഇപ്പൊ വരും. കുട്ട എവിടെ പോയതാ? ഏത് കടയിലാ പോയേ? മെഡിക്കൽ സ്റ്റോറിലാണ് പോയത്. അവിടെ അച്ഛൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി. മെഡിക്കൽ സ്റ്റോറിന്റെ പേരെന്താ? ഐശ്വര്യ മെഡിക്കൽ സ്റ്റോർ എന്നാണ് അവരുടെ അച്ഛന്റെ കടയുടെ പേര്. ആ, മക്കളുടെ പേരെന്താ? സാൻവിക. ഫുൾ നെയിം എന്താ? സാൻവിക പ്രവീൺ. അമ്മയുടെ പേരെന്താ? റോസ്ലി. കുട്ടന്റെ പേരെന്താ? പ്രവീൺ. അപ്പൊ ഫാമിലിയിലുള്ളവരുടെ പേരും എല്ലാം അവൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ആരൊക്കെയുണ്ട് നമ്മുടെ ഇവിടെ? വേറെ ആരൊക്കെയുണ്ട്? അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഇപ്പൊ പോയി. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ പോയെന്നാണ് അവൾ പറയുന്നത്. അമ്മച്ചിയുടെ പേരെന്താ? സാലി. അമ്മച്ചിയുടെ വേറെ പേരെന്താ? മറന്നോ? ആനി. പിന്നെ വേറെ ആരുണ്ട്? അക്കു ഉണ്ട്. എൻ്റെ അനിയൻ അക്കു ഉണ്ട്. കുട്ട ഉണ്ട്. പിന്നെ പിന്നെ ആരൊക്കെ ഉണ്ട്? പിന്നെ അയ്മോളുണ്ട്. അങ്ങനെ ഇത്രയും പേരാണ് നമ്മുടെ ഇവിടെ ഉള്ളത് എന്നാണ് അയ്മോള് പറയുന്നത്. ഇപ്പൊ അത്രയും പേരുണ്ടോ? ഇപ്പൊ അയ്മോളും കുട്ടനും അമ്മയും മാത്രമല്ല ഉള്ളോ? അതെന്താണ് ആ കാണുന്നത്? അതാര് വാങ്ങിച്ചെന്ന്? കുട്ട വാങ്ങിച്ചെന്നാണോ? ആര് വാങ്ങിച്ചെന്ന്? കടയിൽ ചെന്നപ്പോ അപ്പൂപ്പനാണ് അത് എടുത്തു കൊടുത്തത്. പിന്നെ പിന്നെ വേറെ എന്താ വിശേഷം? കൊടയോ? കൊടയുണ്ട്. പിന്നെ പറ. ഇന്ന് മക്കൾ അംഗൻവാടി പോയായിരുന്നോ? പോയോ? അംഗൻവാടിയിൽ ആരൊക്കെയുണ്ട്? ആമി ഉണ്ട്. അവിടെ കൂട്ടി ബെസ്റ്റ് ഫ്രണ്ടാണ് ആമി. പിന്നെ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്. പിന്നെ പിന്നെ ആരുണ്ട്? പിന്നെ ആരൊക്കെയുണ്ട്? ആരാ? ആദിയുണ്ട്. ആമിയുണ്ട്. അമ്മയെന്നാണ് ആമിയുടെ ശരിക്കും പേര്. പിന്നെ ഞാൻ ഉണ്ട്. ടീച്ചറല്ലേ? ടീച്ചറിന്റെ പേരെന്താ? രമണി ടീച്ചർ എന്നാണ് പേര്. രമണി ടീച്ചറെ മക്കൾക്ക് ഇഷ്ടമാണോ? ആണോ? ടീച്ചർ പാട്ട് പഠിപ്പിക്കോ? ഒരു പാട്ട് പാടിക്കൊടുത്തേ. ഉറക്കപ്പാട്, എല്ലാരും കേക്കട്ടെ. ഒരു പാട്ട് പാടിക്ക്. ബൊമ്മയുടെ പാട്ട് പാടിക്ക്. തലയാട്ടണ് തലയാട്ടണ് ബൊമ്മ. കാലാട്ടണ് കാലാട്ടണ് ബൊമ്മ. കയ്യാട്ടണ് കയ്യാട്ടണ് ബൊമ്മ. പിന്നെ ഇനി എത്ര ഉള്ള കേട്ടോ. പിന്നെ വേറെ പാട്ട് പാടുവേ. വേറെ പാട്ട് പാടിക്കേ. വേറെ പാട്ട് പാടുമായിരുന്നല്ലോ. ടീച്ചർ പഠിപ്പിച്ച വേറെ പാട്ടെല്ലാം മറന്നുപോയോ? സൺഡേ മൺഡേ പറഞ്ഞു കൊടുത്തേ. ഇങ്ങോട്ട് നോക്കി പറ. സാറ്റർഡേ. ABCD പറഞ്ഞു കൊടുത്തേ.
മെന്നോപ്പി. ആ ഉറക്കം കേൾക്കത്തില്ല. ബാക്കിയൊക്കെ ആളങ്ങ് സൈലന്റ് ആക്കി. പറയും ആൾക്ക് നല്ല മൂഡില്ല, ഉറക്കം വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് കിടന്ന് ഉറങ്ങിയില്ല ആള്, അതുകൊണ്ട് ശരിക്കും ഉറക്കം വരുന്നുണ്ട് അല്ലേ? അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ഇപ്പൊ ആള് പറഞ്ഞേനെ ഗുഡ് ഗേൾ ആണോ ആണോ? പിന്നെന്താ വിശേഷം മോളെ പറ. എന്റെ ബാഗുണ്ട്. ആ എന്റെ ബുക്കുണ്ട് അംഗൻവാടിയില്. പാത്രമുണ്ട്, പിന്നെ എനിക്ക് പെൻസിലുണ്ട്. TV ഇട്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് ശ്രദ്ധ അങ്ങോട്ടും പോകുന്നുണ്ട്. ആ പറ വേറെ എന്താ? സൈക്കിളുണ്ട്. അതിന് സൈക്കിൾ കാണിച്ചു കൊടുത്തേ. സൈക്കിൾ ഓടിച്ച് കാണിച്ചു കൊടുത്തേ. ആ റിമോട്ട് മാറ്റിയിട്ട് ഇങ്ങോട്ട് റിമോട്ട്. അയാളുടെ സൈക്കിള് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ആ സൈക്കിള് ചവിട്ടിക്കൊണ്ട് വന്ന് ഇവിടെ എൻ്റെ പുതിയ സൈക്കിള് കാണിച്ചു തരും. ഇതുവഴി ഓടിച്ചെങ്കിൽ വാ, എല്ലാരും കാണട്ടെ. ആ ഓടിയോ? എന്റെ സൈക്കിളാണ്. ഹായ് പറഞ്ഞു എല്ലാവർക്കും. ഇത് ആരാ സൈക്കിൾ മേടിച്ചെന്ന്? ആരാ സൈക്കിൾ മേടിച്ചെന്ന്? കുട്ടനാണോ മേടിച്ചെന്ന്? ആണോ? അപ്പു മേടിച്ചെന്നല്ലേ? അപ്പു മേടിച്ചു കൊടുത്ത സൈക്കിളാണ്. പിന്നെ വേറെ എന്താ വിശേഷമായി മോളെ? TV ഉണ്ട്. എന്റെ സൈക്കിളുണ്ട്. അതിന്റെ ഫ്ലാഗ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൊടയുണ്ട്. ആ എല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. വേറെ എന്താ വിശേഷം? വേറൊരു പാട്ട് പാടുവോ? വേറെ ഏത് പാട്ടുള്ള? അത് പാടിയായിരുന്നല്ലോ. വേറെ പാട്ട് പാടുമല്ലോ. ടീച്ചർക്ക് പാടി കൊടുക്കത്തില്ലേ? ബൊമ്മ പാട്ടില്ല വേറെ. ആയിക്ക് പാട്ടൊന്നും അറിയത്തില്ല. പന്ന കൊച്ചാണ് കേട്ടോ. നല്ല കൊച്ചാണെങ്കിൽ പാട്ട് പാടുവേ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തെ. നമ്മൾ ഇനിയിപ്പം ചേട്ടൻ 10 മണിയാവും കടയൊക്കെ അടച്ചിട്ട് വരുമ്പം. അതുവരെ ഞാനും ആയി കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫോണിലൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് ഞാനും അവളുടെ ഒപ്പം കൂടും. അവൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. പിന്നെ മോളെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളേ? എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ചക്കരമ്മ പറഞ്ഞേ. എല്ലാവർക്കും ഒരു ചക്കരമ്മ പറഞ്ഞേ. സബ്സ്ക്രൈബേഴ്സിനെല്ലാം ചക്കരമ്മയുണ്ട്. പിന്നെ വേറെന്താ മക്കളെ? ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മുടെ വീടൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ അപ്പം അത് പകലെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതാകുമ്പോൾ നല്ല വെട്ടവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ പുതിയ വീടൊക്കെ കാണിച്ച് നിങ്ങളെ തരാം. മക്കളെ
ഇനിയിപ്പോൾ എന്ത് നമ്മുടെ അടുത്ത പരിപാടി? ഇനി എന്താ അടുത്ത പരിപാടി? അയ്മോളുടെ കസേരയാണിത് കേട്ടോ. അവളുടെ പ്രത്യേകം കസേരയൊക്കെ ഉണ്ട്. നമുക്ക് കസേര വാങ്ങിച്ചപ്പം അവക്കും കസേര വേണമെന്ന് പറഞ്ഞ് ആ കസേര കയറി അങ്ങ് ഇരുന്നു. അങ്ങനെ അവക്കും കസേര എടുത്തിട്ടാണ് തന്നത്. നമ്മൾ എന്ത് വാങ്ങിച്ചാലും അതേപോലെ ഒരു സാധനം അവക്കും വേണം. അതാണ് അവളുടെ നിർബന്ധം. അവളുടെ ടോയ്സ് എല്ലാം കൂടെയാണ് ആ കവറിലൊരു സെറ്റാണ് ഇരിക്കുന്നത്. ഒരു കവർ നിറയെ സാധനങ്ങളാണ്. വീട്ടിൽ ടോയ്സ് തട്ടിമുട്ടിയിട്ട് വെക്കാൻ സ്ഥലമില്ല. എന്നാലും നമ്മൾ എന്ത് കണ്ടാലും വാങ്ങിച്ചു കൊടുക്കും. ഇല്ലേക്കളെ? അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ. നാളെ കാണാന്ന് പറഞ്ഞേ. നിങ്ങൾ നാളെ വരാൻ പറ. ബൈ പറഞ്ഞേ. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. അപ്പം ഇന്ന് വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും വരാം. ഞങ്ങൾ ശ്രമിക്കാം. എന്തെങ്കിലും കാരണങ്ങൾ റീസൺ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ വീഡിയോ ഇടാത്ത. ഞാൻ മാക്സിമം ശ്രമിക്കാൻ വിചാരിച്ചു. ഇനി തൊട്ട് എന്നും വീഡിയോ ഇടുക. തീരെ പറ്റാതെ വന്നാലേ ഉള്ളൂ ഞാൻ വീഡിയോ ഇടാതിരിക്കാത്തത്. എന്തായാലും ഇനി തൊട്ട് എന്നും വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ശ്രമിക്കും. അല്ലേ? എനിക്കൊപ്പം ആയ്മോളും ഉണ്ടാവും. അല്ലേ? പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.